അനുമോളോട് അനുമോളുടെ PR ചേട്ടന്മാര് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന്. അതായത് അകത്ത് ബിഗ് ബോസ് ഹൗസിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ആര്യനുമായിട്ടൊരു ലവ് ട്രാക്ക് അങ്ങ് പിടിച്ചേക്കണം, അതാകുമ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്തുനിന്ന് അതങ്ങോട്ട് കത്തിച്ച് വിട്ടേക്കാം, നിനക്ക് നല്ല റീച്ച് കിട്ടും എന്നൊക്കെ PR മാമന്മാര് അനുവിനോട് പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്നാണ് മസ്താനി എന്ന് പറയുന്നത്. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. അപ്പോൾ മസ്താനിയിലേക്ക് വരാം, അനുമോളിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മുടെ അപ്പാനി, ഷാനവാസ്, അബി പിന്നെ ആര്യൻ, ഇവർ 4 പേരും കൂടെ ഇരിപ്പുണ്ടേ. അപ്പം ഇതിനകത്ത് ഷാനവാസും അപ്പാനിയും ആര്യനും അബിയെ നല്ല രീതിയിൽ പിരികേറ്റുന്നുണ്ട്. എന്തിന്? നൂറയ്ക്കെതിരെ. നൂറ ആ ഒരു 3 സൂപ്പർ പവേഴ്സ് കിട്ടിയപ്പം അബിക്ക് കൊടുത്തില്ല, ബിന്നിക്കാണ് ഒരെണ്ണം കൊടുത്തത്, 2 എണ്ണം നമ്മുടെ നൂറ തന്നെ എടുത്തു. അത് നൂറയുടെ ഗെയിം. കുറേ പേര് പറയുന്നുണ്ട് മനുഷ്യത്വം കാണിച്ചൂടെ, പക്ഷേ ഇതൊരു ഗെയിമല്ലേ, മനുഷ്യത്വം കാണിക്കേണ്ട സ്ഥലമാണോ? എനിക്കറിയാൻ പാടില്ല, എൻ്റെ ഒരു സംശയമാണ്. അവളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവൾ ബുദ്ധിപരമായിട്ട് അവൾക്ക് കിട്ടിയ ചാൻസ് യൂട്ടിലൈസ് ചെയ്തു. ഷീ ഈസ് എ റിയൽ ഗെയിമർ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. പിന്നെ ഓരോരുത്തരുടെ അഭിപ്രായം, നിങ്ങൾ പറയുന്ന അഭിപ്രായം ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. ഇച്ചിരി മനുഷ്യത്വമൊക്കെ വേണമെങ്കിൽ കാണിക്കാം, വേണമെങ്കിൽ. പക്ഷെ അതവളെ കാണിച്ചില്ല. അവളെ ഇപ്പം കല്ലെറിയാൻ പറ്റുമോ അതിൻ്റെ പേരും പറഞ്ഞു? എനിക്കറിയാൻ പാടില്ല. അപ്പം എന്താണെങ്കിലും ഈ ഒരു കാര്യം പറഞ്ഞ് അബിയെ നല്ല രീതിയിൽ നമ്മുടെ ഷാനവാസിക്കയും അപ്പാനിയൊക്കെ കുത്തുന്നുണ്ട്. അത് അവരുടെ ഒരു ഗെയിം, പിടികിട്ടിയില്ലേ, കണ്ടന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അബിക്കും സത്യം പറഞ്ഞാൽ ഉച്ച തൊട്ട് ഇച്ചിരി സങ്കടമുണ്ട് ഈ ഒരു സാധനം കിട്ടിയപ്പോഴത്തേക്ക് ഒരെണ്ണം അബിക്ക് കൊടുക്കാത്തതിന്. കാരണം അബി നല്ല രീതിയിൽ എഫേർട്ട് എടുത്തതാണ്. അബി അതിൻ്റെ പേരിൽ നല്ല രീതിയിൽ സങ്കടപ്പെടുന്നുണ്ട്. പക്ഷെ അബി തന്നെ പറയുന്നുണ്ട് പോട്ടെ, അതൊരു ഗെയിം ആണല്ലോ എന്നുള്ളൊരു കാര്യം അബി പറയുന്നുണ്ട്. പക്ഷേ ആർക്കാണെങ്കിലും ഒരു സങ്കടം വരും, ആ ഒരു സങ്കടം അബിക്കും ഉണ്ട്. പക്ഷെ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാണ് ബാക്കിയുള്ള നമ്മുടെ അപ്പാനി ആണെങ്കിലും ഷാനവാസിക്കാണെങ്കിലും ആര്യനാണെങ്കിലും കുത്തുന്നുണ്ട്. നൂറയ്ക്കെതിരെ നല്ല രീതിയിൽ ആര്യനൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തല്ലോ, എന്നാലും അവള് നീ എഫേർട്ട് എടുത്തതാണല്ലോ, അവളത് കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അവളുടെ ഗെയിം, ഞാൻ അത്രേ പറയുന്നുള്ളൂ. അപ്പം ഇതൊരു സൈഡിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബിന്നി, നൂറ, രണ ഇവർ 3 പേരും കൂടി ഒരു സ്ഥലത്ത് ഇങ്ങനെ മാറിയിരിപ്പുണ്ട്. നൂറ എന്നിട്ട് നടുക്കിരിപ്പുണ്ട്, ബിന്നി അപ്പുറം ഇരുന്ന് വലിയ കഥകളാണ്, കുത്തിത്തിരിപ്പ് കഥകൾ, കുറേ കഥകൾ. ഇന്നും മറ്റേ മേക്കപ്പ് റൂമിൻ്റെ അവിടെയും കിടന്ന് കുറേ കഥകൾ പറയുന്നത് കേട്ടു. ഇപ്പോൾ ഈ നൂറയുടെയൊക്കെ കൂടെ ഇരുന്നിട്ട് പുറത്തെ കാര്യമാണ് പറയുന്നത്. അതായത് ചില ചേച്ചിമാരൊക്കെ, ഞാൻ ബാങ്കിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും എന്നെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, ചേച്ചിമാർക്കും അമ്മമാർക്കും ഒക്കെ. അപ്പോൾ ആ ഒരു ഫെയിം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയത്തില്ല, പക്ഷെ ഭയങ്കര പൊങ്ങച്ചം കാണിച്ച് നടക്കും. ഒരു കൈൻഡ് ഓഫ് പരദൂഷണം അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഓണമല്ലേ, ചോറൊക്കെ ഉണ്ടതിന് ശേഷം ഒരു പരദൂഷണ പ്രചരണം അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ പ്രവീൺ, മസ്താനി പിന്നെ സാബുമാൻ, ലക്ഷ്മി ഇവർ 4 പേരും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് നമ്മുടെ മസ്താനി ആ ഡയലോഗ് അടിക്കുന്നത്. നമ്മുടെ ബിന്നിയെ പറ്റി പറയുന്നുണ്ട്, ബിന്നി ഈ വീട്ടിലെ കുത്തിത്തിരിപ്പാണെന്ന് പ്രവീൺ പറയുന്നുണ്ട്. അത് ഇതിന് മുമ്പും പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അക്ബർ ഉൾപ്പെടെ. പിന്നെ മസ്താനിയാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. മസ്താനി എന്തിനാണ് ഇന്ന് അനുമോളുടെ നെഞ്ചത്തോട്ട് കയറാൻ ചെന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇന്ന് അനുമോളെ അധികം അങ്ങനെ ക്യാമറയിലൂടെ നമ്മൾ കണ്ടിട്ടില്ല. അധികം ഒരു ക്യാമറ ഫേസ് ഇന്ന് അനുമോൾക്ക് അധികം കിട്ടിയിട്ടില്ല. കോണ്ടന്റ് ഇന്ന് വലുതായിട്ടൊന്നും ഇല്ല. അപ്പോൾ ഒരു കോണ്ടന്റും ഇല്ലാതെ എവിടെയോ ഇരിക്കുന്ന അനുമോളെ വെച്ച് നമ്മുടെ മസ്താനി ഒരു സൈഡിൽ കൂടെ കോണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്, നമ്മളെ പോലെ തന്നെ. കാരണം നമ്മളും എടുത്ത് വെച്ച് തമ്മിലൊക്കെ എഴുതാറുണ്ട്, ഇല്ലാതൊന്നും ഞാൻ പറയത്തില്ല. കാരണം അനുമോളാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടത്. അതുപോലെ PR ചെയ്യുന്നുണ്ട്, ഇല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. നല്ല രീതിയിൽ പുറത്ത് PR ചെയ്യുന്നുണ്ട്. കൂടാതെ ജനങ്ങൾക്കും അനുമോളോട്, ഞാൻ നേരത്തെ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു നമ്മുടെ വീട്ടിലെ കുട്ടി എന്നുള്ളൊരു പാസം അനുമോളോട് എല്ലാവരും കാണിക്കുന്നുണ്ട്. വീട്ടിലെ ചേച്ചിമാരൊക്കെ, ഇല്ല ചേച്ചിമാരെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനുമോൾക്കാണ് റീച്ച്. അപ്പം നമ്മളും തമ്മിൽ എഴുതൂടെ, നമ്മളെഴുതും. പുറത്തുനിന്ന് കളി കണ്ടിട്ട് പോയ ആളാണ് മസ്താനി. മസ്താനിക്ക് അറിയാം അനുമോൾക്ക് എന്താണ് പുറത്തുള്ള ഒരു ഗും എന്താണെന്ന്. മസ്താനി അത് വെച്ച് തന്നെ അകത്ത് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു. മസ്താനിക്കെതിരെ ഓരോന്ന് ഡയലോഗ് അടിക്കുക. കാരണം അത് പുറത്തേക്ക് എത്തുമെന്ന് അറിയാം. അവർ ചെയ്യുന്നില്ലേ, അവിടെ കളിക്കാൻ പോയവർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെന്തിനാ പുണ്യാളന്മാരാ? അപ്പൊ എന്താണെങ്കിലും നമ്മുടെ മസ്താനി 1-2 ഡയലോഗ് അടിക്കുന്നുണ്ട്. അനുമോളുടെ PR പറഞ്ഞിട്ടുണ്ട്, അനുമോളെ നീ അകത്ത് കയറി ചെല്ലുമ്പോൾ ഒരു ലവ് ട്രാക്ക് പിടിക്കണം, ആര്യനുമായിട്ട് ലവ് ട്രാക്ക് പിടിക്കണം, അതങ്ങ് നമ്മൾ പുറത്തിട്ടങ്ങ് കത്തിച്ചോളാം എന്നൊക്കെയാണ് ഈ മസ്താനി പറയുന്നത്. അതൊക്കെ ചുമ്മാ അനാവശ്യമായിട്ടുള്ള ഉള്ള കാര്യമെല്ലാം പറഞ്ഞിടക്കിയാൽ പിന്നെ ഉണ്ട്. ഇത് എന്താണ്, ഒരു നെഗറ്റീവ് അടുപ്പിക്കാൻ നോക്കുകയാണോ എന്ന് എനിക്കറിയത്തില്ല നമ്മുടെ അനുമോളെ. പക്ഷെ അത് മസ്താനിക്ക് തന്നെ തിരിച്ച് കുത്തായിട്ട് വരും. പുറത്തുനിന്ന് കളി കണ്ടിട്ട് പോയതല്ലേ, പിന്നെന്തിനാണ് ഈ സാധനം അവിടെ അടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പിടികിട്ടിയില്ലേ? അവിടെ ചെന്നിട്ട് നെഗറ്റീവ്, അതായത് അനുമോൾക്കെതിരെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇറക്കുന്നതുകൊണ്ട് മസ്താനി നെഗറ്റീവ് ആവും
എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധം മസ്താനിക്കില്ല. എനിക്കറിയത്തില്ല, ഞാനൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗെയിമർ ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു സാധനമൊക്കെ ഇറക്കുന്നത് പണിയാവും. ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ 4 പേരും കൂടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, നമ്മുടെ വൈറ്റ് കാർഡ് 4 പേര് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ജിഷിൻ വന്ന് കയറുന്നുണ്ട്. ജിഷിൻ കയറി കഴിയുമ്പോഴത്തേക്ക് പ്രവീൺ മസ്താനിയോടും ജിഷ്ണോടുമായിട്ട് നിങ്ങളൊരു പെങ്ങളൂട്ടി കാർഡ് പിടിച്ച് അതെങ്ങനെ ഉണ്ടായിരിക്കും, അത് സൂപ്പർ ആയിരിക്കത്തില്ലേ? ഉടനെ മസ്താനി പറയുന്നുണ്ട്, ജിഷിൻ ചേട്ടാ എൻ്റെ ചേട്ടനാകാമോ, നമുക്ക് ആ ഒരു ട്രാക്ക് പിടിച്ചാലോ എന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒരു പെങ്ങളൂട്ടി കാർഡ് കണ്ടതാണ് നമ്മൾ, എൻ്റെ പൊന്നെ. ഇനി ഈ വർഷം കൂടി അത് താങ്ങത്തൊന്നുമില്ല. അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇറക്കാതിരുന്നാൽ ഭാഗ്യം. ഇറക്കി കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ തിരിച്ചിങ്ങ് പോരാ. പിന്നെ അപ്പുറത്തെ സൈഡിൽ വീണ്ടും നമ്മുടെ അബി ഷാനവാസ് ടീംസിനെ കാണിക്കുന്നുണ്ട്. ഈ ഷാനവാസും അപ്പാനിയൊക്കെ കുറേ നേരം ഈ അബിയെ ഇങ്ങനെ കുത്തുന്നത്, അതായത് നൂറയുടെ കേസും പറഞ്ഞിങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടായിരിക്കും. അബി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു സാധനം പ്ലേറ്റ് നേരെ ഒന്ന് മാറ്റി വിടുന്നുണ്ട്. അതായത് ഷാനവാസിന്റെ തെറി പറച്ചിൽ അത് നൈസായിട്ട് ഷാനവാസിനിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും ഈ തെറി പറയുന്നത് നിർത്തണം, നിങ്ങളെ മാറ്റി നിർത്തി വരാൻ ഞാൻ പറഞ്ഞില്ല. അപ്പോഴത്തേക്ക് ഷാനവാസ് അങ്ങ് പൊട്ടി, മോനെ നീ കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുമല്ലേ, നീ കണ്ടന്റ് ഉണ്ടാക്ക്. അപ്പൊ അബി പറയുന്നുണ്ട്, ഞാൻ പബ്ലിക്കായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അബിക്ക് ഇടയ്ക്ക് കിളി പോകുന്നുണ്ടോ? ഇതൊക്കെ നാട്ടുകാർ 25 ക്യാമറയുടെ കീഴിലായിരുന്നു പറയുന്നത്, ഇത് പുറത്തേക്ക് വരുമെന്ന് അറിയത്തില്ലേ? എന്നിട്ട് പറയുന്നുണ്ട്, ഷാനവാസിക്ക ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് മാറ്റി നിർത്തിയൊക്കെ പറയാറുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ അതൊക്കെ അബിയുടെ കണ്ടന്റ്. ഷാനവാസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റുന്നുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയത്തില്ല, പുണ്യാളനാക്കാനൊന്നും ഞാൻ നിൽക്കത്തില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ഷാനവാസ് ഈ തന്തയ്ക്ക് വിളി, എന്തെങ്കിലും ഷാനവാസിനെ പോടോന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ തന്തയെ വിളിച്ചാൽ മതി, വീട്ടിൽ പോയി നിന്റെ അച്ഛനെ വിളിക്ക്. ഈ ഒരു സാധനം മിക്കവാറും ലാലേട്ടൻ വരുമ്പോഴത്തേക്ക് അത് ചോദ്യം ചെയ്യും. ഷാനവാസിനും അതറിയാം, ഷാനവാസ് അതൊരു കണ്ടന്റ് ആക്കി എടുക്കുന്നതേ ഉള്ളൂ. ഷാനവാസ് നല്ല രീതിയിൽ, ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സാധനം നടക്കുമ്പോൾ എടുത്തുവായി അബിയോട് പറയത്തില്ല, നീ കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുമല്ലേ മോനെ, ഉണ്ടാക്ക് എന്നൊരു സാധനം പറയുന്നുണ്ട്. അത്രയും നേരം അബിയെ വെച്ചിട്ട് അവർ രണ്ടുപേരും ഷാനവാസും മറ്റേ അപ്പാനിയൊക്കെ കണ്ടന്റ് ഉണ്ടാക്കി, നൂറയുടെ പേരും പറഞ്ഞ്. അപ്പൊ പിന്നെ അബിക്കും ഉണ്ടാക്കാം, അതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല. അപ്പൊ എന്താണെങ്കിലും അത് പറഞ്ഞപ്പോഴത്തേക്ക് അബിക്ക് അങ്ങ് പൊള്ളി. അബിക്ക് നല്ല രീതി, ഞാൻ കണ്ടന്റ് ഒന്നും വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ സ്നേഹത്തിനാണ് പറയുന്നത്, ഞാൻ ചേട്ടനായിട്ടാണ് കണ്ടത്, ഷാനവാസ് ഇക്കാന്നല്ലേ വിളിക്കുന്നത്, ഇനി ഷാനവാസ് എന്നേ വിളിക്കത്തുള്ളൂ, ഞാൻ നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ പുറത്ത്, നിങ്ങൾ എപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അബി അവിടെ കിടന്ന് റേസ് ആവുന്നുണ്ട്. എന്ത് സ്നേഹത്തിന്റെ പുറത്താണെങ്കിലും അത് അറ്റ്ലാസ്റ്റ് ജനങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്ക് കോണ്ടന്റ് ആണ്. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. അബി അവിടുന്ന് പിണങ്ങി എണീറ്റ് അങ്ങ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അബി മാറി നമ്മുടെ ഡൈനിങ് ഏരിയ ഇരിക്കുമ്പോഴത്തേക്ക് അവിടേക്ക് നമ്മുടെ ജിഷിൻ രംഗപ്രവേശനം നടത്തുന്നുണ്ട്. അറിയാലോ, ജിഷിനെ എങ്ങനെയാണെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കിയാൽ മതി. ജിഷിനും അതിനകത്തൊന്നും ജിഷിൻ ഒരു മടിയൊന്നും കാണിക്കുന്നൊന്നുമില്ല. എന്ത് കാണിച്ചിട്ടാണെങ്കിലും ജിഷിനും കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അബിയെടുക്കെ വന്നിരുന്ന് ഇവർ രണ്ടുപേരും വന്നിട്ട് ഷാനവാസിന്റെ ഈ കേസ് പറയുന്നുണ്ട്. അപ്പൊ ജിഷിൻ പറയുന്നുണ്ട്, എനിക്ക് അവനെ നന്നായിട്ട് അറിയാം, പാവമാണ്, പക്ഷെ ഇങ്ങനൊരു സാധനം അവന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അതായത് ഉള്ള കാര്യം തന്നെ, അത് ഷാനവാസിന് ലാലേട്ടൻ വരുമ്പോഴത്തേക്ക് എടുത്തു വെച്ച് അരി വറക്കുമ്പോൾ പിടികിട്ടും. അങ്ങനെ ഒരു സാധനം ഷാനവാസ് നിർത്തിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പുള്ളി നല്ലൊരു ഗെയിമറാണ്. പുള്ളിക്ക് അറിയാം ഒരാൾ പുള്ളിയുടെ ഓപ്പോസിറ്റ് വന്ന് സംസാരിക്കുമ്പോൾ അറിയാം അത് കണ്ടന്റിന് വേണ്ടിയിട്ടാണോ അല്ലയോ എന്ന്. ഇന്ന് ഞാൻ കണ്ടു ഷാനവാസിന്റെ കയ്യേലെങ്ങാണ്ട് മറ്റേ ഓണപരിപാടിയുടെ ഇടയ്ക്ക് നമ്മുടെ അനീഷിന്റെ കൈ ഒന്ന് കൊണ്ട് ചെറുതായിട്ട് എന്തോ മുറിയുവോ തൊലി പോവോ എന്തോ ചെയ്തു. അപ്പം അത് പിന്നെ വന്നിട്ട് അനീഷ് സംസാരിക്കുന്നുണ്ട് ഷാനവാസിനോട്, ഷാനവാസെ ഞാൻ അറിഞ്ഞില്ല, അറിയാതെ കണ്ട് പറ്റിപ്പോയതാ. ഷാനവാസ് പറയുന്നുണ്ട്, എനിക്ക് അറിയാടാ, അത് പോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിടുന്നുണ്ട്. കാരണം അപ്പം ഷാനവാസിന് മനസ്സിലാവുന്നുണ്ട് അത് കണ്ടന്റിന് വേണ്ടിയിട്ടല്ല. അനീഷ് കണ്ടന്റ് ഉണ്ടാക്കും, പക്ഷെ അനീഷ് കണ്ടന്റ് ഉണ്ടാക്കുന്നതും അനീഷ് നോർമലായിട്ട് വന്ന് മനസ്സ് തുറന്ന ഒരാളോട് സംസാരിക്കുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പം ഷാനവാസിന് അതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അബിയെടുക്ക് ഈ നൂറയുടെ കേസ് പറഞ്ഞ് അവർ കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം അബിക്ക് പിടികിട്ടി കാണും, അതാണ് നേരെ തിരിച്ചടിച്ചത് ഈ ഒരു സാധനം. അപ്പം ഷാനവാസ് പറയുന്നുണ്ട്, നീ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ, ഇല്ലെങ്കിൽ ഇതിപ്പോൾ പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പം അബി പറയുന്നു, ഇത് ഇന്നലെ നടന്നല്ലോ, ഇന്നലെ നിങ്ങൾ മസ്താനിയുടെ അച്ഛനെ വിളിച്ചല്ലോ, അപ്പം ഇന്നലെ നീ പറഞ്ഞില്ലേ, ഇന്നും എന്തിനാ അത് പൊക്കിക്കൊണ്ട് വരുന്നത്, ഇന്ന് ഞാൻ പറഞ്ഞാൽ ഇന്ന് പറ. ആ ഒരു കേസ് പറയുന്നുണ്ട്, പിടികിട്ടിയോ? ഇന്നാണ് നൂറയുടെ കേസ് ഉണ്ടായത്, ഇന്ന് അത് പറയുന്നു. നാളെ അത് പറയുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് പറയാം ഷാനവാസും തലേ ദിവസത്തെ അടുത്ത ദിവസം പിടിച്ചെന്ന്. പക്ഷെ അബി തലേ ദിവസത്തെ എവിടെ പിടിച്ചത്? കാരണം അബിക്ക് എന്തെങ്കിലും പറയണോ, അബിക്കും കണ്ടന്റ് വേണ്ടേ? അല്ലാതെ ഇവർ പറയുന്ന മാത്രം കേട്ടാ പോട്ടെ സാരമില്ല. പേഴ്സണലി കൊള്ളുന്നുണ്ട് അബിക്ക്. കാരണം നൂറ ചെയ്തത് ഭയങ്കര സങ്കടമായിട്ടുണ്ട്, അത് ആർക്കാണെങ്കിലും സങ്കടമാവും. കാരണം അബി അതുപോലെ എന്താണ് ഗെയിമിൽ ജയിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഒരുപാട് പറഞ്ഞു കൊടുത്തു, പുള്ളിയുടെ കുറേ ചിന്താഗതിയിൽ പുള്ളിക്ക് തോന്നിയ കാര്യങ്ങൾ അതൊക്കെ പുള്ളി ചെയ്തു. പക്ഷെ അബി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നൂറ ഈ ഒരു സാധനം അബിക്ക് കൊടുക്കാതിരുന്നപ്പോൾ ഒരുപാട് ആളുകൾക്ക് അബിയോടൊരു സഹതാപം, ജനങ്ങൾക്ക്, അവിടെ ഉള്ളവർക്കല്ല, ജനങ്ങൾക്കൊരു സഹതാപം വന്നിട്ടുണ്ട്. ആ സഹതാപത്തിൻ്റെ പേരിലുള്ള വോട്ടുകൾ അബിക്ക് കിട്ടും. അബിക്ക് അതുപോലെ നോമിനേഷനിൽ വന്നാൽ പോലും ആ നോമിനേഷനിൽ പുറത്താകാതെ അവിടെ നിന്നാൽ പോരെ, അത് ഉറപ്പായിട്ടും അബിക്ക് കിട്ടും. പക്ഷെ ബിന്നിക്ക് അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കിട്ടത്തില്ല. കാരണം ഒന്നാമത് ബിന്നി സൈഡിൽ കൂടെ ഗെയിമറാണ്, ചില ഗെയിമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ കുത്തിത്തിരിപ്പ് ചില സാധനങ്ങൾ ബിന്നിയുടെ സൈഡിൽ കൂടെ ഉണ്ട്. അത് കോണ്ടന്റിന് വേണ്ടിയാണ്, പക്ഷെ അത് ജനങ്ങൾക്ക് എപ്പോഴും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല.
പക്ഷെ അബി അങ്ങനെയല്ല, പ്രോപ്പറായിട്ട് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കുന്ന ഒരു ഗെയിമറാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അബി ആ ഒരു കേസിൽ വിഷമിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ബിന്നിക്ക് ആ കൊടുത്തിരിക്കുന്ന ഫാമിലിയെ കൊണ്ടിരുന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, എനിക്കത് അത്ര നല്ല കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. അത് സത്യം പറഞ്ഞ ഒരു പണിയാണ്. ആ കുടുംബമൊക്കെ ഒരാഴ്ച വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അവരുടെ കിളി പോവും. അങ്ങനെയൊക്കെ ഏതെങ്കിലും കുടുംബത്തോട് ദ്രോഹം ചെയ്യണോ? അത്ര ആലോചിച്ചാൽ മതി. നൂറ ചിലപ്പോൾ അത് കണ്ടിട്ടായിരിക്കും എടുത്തു വെച്ചങ്ങ് കൊടുത്തത്. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇപ്പൊ ലൈവ് സംഭവിക്കുന്നത്. ഓരോരുത്തർ അവിടെ എവിടെയൊക്കെ ആയിട്ട് മാറിയിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ ബാക്കി പോയിരുന്ന് കാണട്ടെ, എന്നിട്ട് അടുത്ത വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.